ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയ ചൂട് കട്ടനും നല്ല ഗ്രീൻ പീസ് ചെമ്മീൻ വടയും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഇല്ലേ, സംഭവം അടിപൊളി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുതിർത്തെടുത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഒരു 200 ഗ്രാമോളുണ്ടാവും. അതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരക്കുമ്പോൾ അതിലേക്ക് 3 പച്ചമുളകും, എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 പച്ചമുളകും ഒരു ഉള്ളീൻ്റെ പകുതിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് പോലെ അരയരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഗ്രീൻ പീസിൻ്റെ എന്താ പറയുക, കുറച്ച് കടിക്കാൻ അതിൽ കിട്ടണം. അതുകൊണ്ട് വല്ലാണ്ട് പേസ്റ്റ് ആയി പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ഗ്രീൻ പീസും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനാണ് കേട്ടോ. ഇത് ഒരു 200 ഗ്രാം. ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഐറ്റം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇതാ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കേണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൊത്തം അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളെ നേരത്തെ ഉള്ളിൻ്റെ പകുതിയില്ല, അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഇതാ ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കൈ വെച്ചിട്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരുപാട് എന്താ പറയുക, പരിപ്പ് വട ഒക്കെ ഇഷ്ടമുള്ളവർ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ചെമ്മീനൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയം ഗ്രീൻ പീസൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു വെറൈറ്റി തന്നെയാണ്, ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുത്ത് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ 2 സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.